അശുദ്ധാത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരുന്ന് മരിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനാണ്, ഇവൻ ഓടി നിൽക്കേണ്ടവനാണ്. ഭാര്യയുണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവായിരിക്കേണ്ടവൻ, മക്കളുണ്ടെങ്കിൽ നല്ലൊരു അപ്പനായിരിക്കേണ്ടവൻ, മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായിരിക്കേണ്ടവൻ, സമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ളവനായി ജീവിക്കേണ്ടവൻ. ഇപ്പോൾ ആരോരുമില്ലാത്ത, എല്ലാ മനുഷ്യനും അവസാനം പോയി കിടക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. ഒറ്റ വാക്കി പറയാം, സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനെ പിശാച് ഫിനിഷിങ്ങിൽ എത്തിച്ചിരിക്കുകയാണ്. നിന്റെ ജീവിതത്തെ ഓടി നിൽക്കേണ്ട നിന്നെ, മാനിക്കപ്പെട്ട് നിൽക്കേണ്ട നിന്നെ ഒന്നും അല്ലാതാക്കി നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ പിശാച് എത്തിച്ചെങ്കിൽ, നിന്റെ കുടുംബജീവിതം ഡിവോഴ്സ് എന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ ഭാവി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ ബിസിനസ് അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, ഫിനിഷിംഗിൽ പോയവനെ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും. ഇതൊരു ചെറിയ ദൂതായി കാണരുത്. ഫിനിഷിംഗിൽ പോയവനെ യേശു സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും. അവസാനിച്ചു എന്ന് വിധി എഴുതിയവനെ ആരംഭത്തിൽ കൊണ്ടുവരും. അത് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതം കഴിഞ്ഞു, എൻ്റെ എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്നിടത്തുനിന്ന് പുതിയതൊന്ന് തുടങ്ങാൻ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകളെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ ദൈവം നിന്നോട് പറയുന്നു, I will do the new things for your life.